ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു DIY വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ബേക്കേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഐസിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐസിങ് ബാഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ₹1 പോലും നമുക്ക് ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വൈറ്റ് കളറിലുള്ള കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു രീതിയിൽ കാണുമ്പോൾ തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. അതിന് ശേഷം ഇതുപോലെ താഴ്വശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ സാധാരണ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിൽ പോയി വാങ്ങിക്കാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അതുപോലെ എല്ലാ ഷോപ്പിലും ഇത് വാങ്ങിക്കാനും കിട്ടുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു പൈപ്പിംഗ് ബാഗ്. അതുപോലെ ഓൺലൈനായിട്ട് വാങ്ങിക്കാനൊക്കെ കുറച്ച് പേർക്ക് ഇപ്പോൾ ഒരു വല്ലാത്തൊരു പേടിയുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള പൈപ്പിംഗ് ബാഗ് ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കേക്കൊക്കെ ഐസിങ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയതിനെ ഇതുപോലെ ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നന്നായിട്ട് എല്ലാ സൈഡും ഒരുപോലെ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നമുക്ക് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നുള്ള പേടിയൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒരു വര വരഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കവർ വെച്ചിട്ട് ഞാനിവിടെ 4 പൈപ്പിംഗ് ബാഗാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വലിയ കവർ വെച്ചിട്ട് നിങ്ങൾക്ക് വലിയ സൈസ് പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിന് തന്നെ നമുക്ക് ₹3 വില വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ 4 പീസ് നമുക്ക് കിട്ടും. അതിനുശേഷം ഇതൊന്ന് സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഒരൊറ്റ ഓപ്പൺ ആയിട്ടാണല്ലോ ഉള്ളത്, അതിനൊന്ന് സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മിക്സിയിലാണ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തത്. അതുപോലെ ഐസിങ് ബാഗൊന്നും ഇല്ലാതെയാണ് ചെയ്തത്. ഇനി ഈ സൈഡൊന്ന് സീൽ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു റെസിപ്പിയിൽ ഞാൻ ടേൺ ടേബിളൊക്കെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് DIY ആയിട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് അയൺ ബോക്സ് വേണം, അതുപോലെ ഇതുപോലെ പേപ്പറും വേണം. അപ്പോൾ അയൺ ബോക്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഈ പേപ്പറിൻ്റെ മുകളിൽ കുറച്ച് വരുന്ന രീതിയിൽ വെക്കുക. നമ്മൾ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ പേപ്പറിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. നമുക്ക് ഡയറക്റ്റായിട്ട് അയൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലെ. പ്ലാസ്റ്റിക് പെട്ടെന്ന് അങ്ങ് ഉരുകി പോകുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്യുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിക്കിടന്നോളും. അപ്പോൾ ഇതുപോലെ സൈഡ്സിലൂടെ ചെറുതായിട്ട്, അധികം നമ്മൾ അയൺ ബോക്സ് നന്നായി ചൂടാക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി. അതിന് ശേഷം ഇതുപോലെ സൈഡ്സിലൂടെ ഒന്നങ്ങ് വലിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് സീലായി കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പുറത്തേക്ക് വരാൻ പാടില്ല. നമ്മുടെ അയൺ ബോക്സ് ഈ ഒരു പ്ലാസ്റ്റിക് കവറിന് ടച്ച് ചെയ്യാതെ വേണം ഇത് ചെയ്യാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കവർ വെച്ചിട്ടും ചെയ്യാം. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കിംഗ് കവർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ വൈറ്റ് കളറിലുള്ള കുറച്ചുകൂടി കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറുണ്ട്, അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് സീലായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത് ഐസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ക്രീമൊക്കെ ഇടുമ്പോൾ അത് പുറത്തേക്ക് ലീക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കണ്ടില്ലേ നിങ്ങൾക്ക്. അപ്പോൾ നന്നായിട്ട് സീലായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് എയർ നിറച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, ലീക്കൊന്നുമില്ല. അഥവാ നിങ്ങൾ ഹോൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അങ്ങ് സീൽ ചെയ്തെടുത്താൽ മതി. ആദ്യമൊന്ന് ചെക്ക് ചെയ്തിട്ട് വെക്കുക. അതുപോലെ നമ്മൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാം. ഞാൻ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐസിങ് ബാഗൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 ഐസിങ് ബാഗ് ഈ ഒരു ചെറിയൊരു കവറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു നോസിലിട്ടിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ സാധാരണ ഡിസ്പോസിബിൾ പൈപ്പ് ബാഗിലൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നോസിൽ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ ഐസിങ് ബാഗ് ഇവിടെ റെഡിയായി. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സെയിം ഐസിങ് ബാഗ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇത് വെച്ചിട്ട് ഞാൻ ഐസിങ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്